ടാക്സും മറ്റൊക്കെ വർദ്ധിപ്പിച്ച് കഷ്ടപ്പെടുത്തി അതിൽ നിന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളക്കൂറുണ്ടാക്കി അവർ ഇലക്ഷനെ ഫേസ് ചെയ്തുകൊണ്ട് അവർ അഴിമതി നടത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും. അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴിമതി ഇത്ര ഭയങ്കരമായ രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭരണഘടനാ കോടതിയെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരും പോലീസും എക്സിക്യൂട്ടീവ്സും മിനിസ്റ്ററിയൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ജനങ്ങളെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പുറകിലായതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഈ അഴിമതിക്ക് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത്. അപ്പൊ അവരുടെ പുറകിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജുഡീഷ്യലിൽ നല്ല ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും മറ്റുള്ള അവർ തന്നെ നല്ല നല്ല മന്ത്രിമാരും MLA-മാർക്കൊന്നും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്കിപ്പോ ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് നമ്മളൊരു ഭരണഘടനാ കോടതി സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയിൽ 41-ാം വകുപ്പ് പറയുന്നു വയോജനങ്ങൾക്ക് വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന്